Hi friends, welcome back. Realme 9Pro Plus എന്ന ഫോണിന്റെ വീഡിയോ ആണ്. റിയൽമിയുടെ നമ്പർ സീരീസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് ഒരു ബെസ്റ്റ് സീരീസ് ആണ്. ഈ ഒരു സീരീസുകളിലെ ഫോണുകൾ എല്ലാ കാലത്തും ഏറ്റവും മികച്ച ക്വാളിറ്റിയിൽ നല്ല വാല്യൂ ഫോർ മണി ആയ ഫോണുകളായിരുന്നിട്ടുണ്ട്. 9 Pro Plus എന്ന ഈ ഫോണിലേക്ക് വരുമ്പോഴും സ്ഥിതിഗതികളിൽ വ്യത്യാസമൊന്നുമില്ല. ഇതും ഒരു മികച്ച ഫോണാണ്. ചുരുക്കി പറഞ്ഞാൽ റിയൽമിയുടെ ആറാട്ട് എന്ന് തന്നെ പറയാം. അത്രയും മികച്ച ഒരു സെറ്റപ്പിലാണ് ഈ ഒരു ഫോൺ ഇറങ്ങിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ വിശദമായിട്ട് നമുക്ക് തുറന്ന് പരിശോധിക്കാം. സോ 9 Pro Plusന്റെ ബോക്സ് നിങ്ങളിവിടെ കാണുന്നതാണ്. 9 Pro Plus മാർക്കറ്റിംഗ് ഡിവൈസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുവാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത ഒരു ബോക്സ് കാണാം. ഡെയർ ടു ലീപ്പ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ആ ബോക്സ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ സിം ടൂള്, അതേപോലെ കുറച്ച് ഡോക്യുമെന്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. മാറ്റി വെച്ച് കഴിഞ്ഞാൽ കേസ്, നല്ല ക്വാളിറ്റി കേസ്. എല്ലാ കാലത്തും റിയൽമി ഈ കാര്യത്തിൽ അടിപൊളിയാണ്. ഈ കേസ് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഫോണിലേക്ക് വരാം. ഇതാണ് റിയൽമി 9 Pro Plus എന്ന ഫോൺ. നമ്മൾ ഓപ്പൺ ചെയ്യുവാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ബ്ലാക്ക് വേരിയന്റ് ആണ്. ബട്ട് ഒരു നല്ല അട്രാക്റ്റീവായ ഡിസൈൻ ആയിട്ടുണ്ടല്ലേ റിയർ സൈഡ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഡിസൈൻ കണ്ടിട്ട്? കൊള്ളാം, എന്തായാലും നന്നായിട്ടുണ്ട്. ഗ്ലാസ് ബാക്ക് ആണ് വരുന്നത്. നല്ലൊരു ക്വാളിറ്റി ഡിസൈൻ അല്ലേ. കളറും കാര്യങ്ങളൊക്കെ മാറി 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 വരുന്നുണ്ട്. സോ ഇതിന്റെ ലൈറ്റ് കളർ എടുക്കുകയാണെങ്കിൽ ഇതിന്റെ അപ്പുറത്തേക്കുള്ള കളർ ചേഞ്ച് ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഇത് നല്ല ലുക്ക് ആയിട്ടുണ്ട്. റിയർ സൈഡ് ഗ്ലാസ് മെറ്റീരിയൽ ആണ്. ഇനി ഫോണിന്റെ ഓവർവ്യൂ നമുക്കൊന്ന് നോക്കാം. താഴത്തെ സൈഡിൽ 3.5mm ഹെഡ്ഫോൺ ജാക്ക്, മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗ്രില്ല്. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ, ഡുവൽ നാനോ സിം ആണ്. പിന്നെ വോളിയം ബട്ടണുകളും കാണാം. ടോപ്പിൽ ഒരു നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.4 ഇഞ്ച് വരുന്ന ആമോലെഡ് ഡിസ്പ്ലേ, 90 ഹെർട്സ് ആണ്. റിയർ സൈഡിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്. മെയിൻ ക്യാമറ 50 മെഗാ പിക്സൽ സോണി സെൻസർ ആണ്. സെക്കൻഡറി ക്യാമറ 8 മെഗാ പിക്സൽ, അതും സോണി സെൻസർ ആണ്, വൈഡ് ആംഗിൾ ആണ്. പിന്നെ ഒരു മാക്രോ സെൻസർ. ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് വരുന്നത്. അതേ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ തന്നെയാണ് ഹേർട്ട് റേറ്റ് സെൻസർ ആയിട്ടും വർക്ക് ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓവർവ്യൂ. ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ട്. ഓവറോൾ ഒരു നല്ല സെറ്റപ്പ്. ബോക്സിൽ എന്തൊക്കെയാണെന്ന് നോക്കാം, എന്നിട്ടാവാം ബാക്കി കാര്യങ്ങൾ. ചാർജർ 60 വാട്ടിന്റെ ചാർജറാണ് ബോക്സിൽ വരുന്നത്. ടൈപ്പ് സി കേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്രയുമാണ് ബോക്സിലെ കണ്ടന്റുകൾ, നമുക്ക് ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. സോ അതൊക്കെ മാറ്റി വെച്ചാൽ ഫോണിലേക്ക് വരാം. ഇനി ഇതിന്റെ കാര്യങ്ങൾ വിശദമായിട്ട് നോക്കാം. 7.99mm ആണ് ഇതിന്റെ തിക്നെസ് വരുന്നത്. 182 ഗ്രാം ആണ് വെയിറ്റ്. സോ ഓവർ വെയിറ്റോ കാര്യങ്ങളോ ഇല്ല. ലൈറ്റ് വെയിറ്റ്, കംഫർട്ടബിൾ, ഹോൾഡ് ചെയ്യാനൊക്കെ അടിപൊളി. ഗ്ലാസും കാര്യങ്ങളൊക്കെ ബിൽറ്റ് ക്വാളിറ്റിയും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ കേസ് അപ്ലൈ ചെയ്ത് നോക്കാം. സ്ക്രീൻ കാർഡൊക്കെ അപ്ലൈ ചെയ്താണ്ടോ അത് വന്നിരിക്കുന്നത്? സ്ക്രീൻ കാർഡൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് കേസ് ഇട്ടുകൊണ്ട്? നല്ല ലുക്ക് ഉണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? എന്തായാലും നല്ല രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷനാണ് ഇതിന്റെ കേസ് കൊടുക്കുന്നത്. എന്തായാലും കേസ് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. മിഡ് നൈറ്റ് ബ്ലാക്ക്, അറോറ ഗ്രീൻ, സൺറൈസ് ബ്ലൂ, അങ്ങനെ 3 കളറിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഇതിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ഒക്കെയാണ് കേട്ടോ വരുന്നത്. അതായത് നല്ല രീതിക്കുള്ള ഒരു ഓഡിയോ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുമെന്ന് സാരം. വീഡിയോ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല വിഷ്വൽ ക്വാളിറ്റിയാണ്. ഡിസ്പ്ലേക്ക് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. സഫീഷ്യൻ്റ്ലി ബ്രൈറ്റ് ആണ്. യാതൊരു വിധത്തിലുള്ള ഇഷ്യൂസും ഡിസ്പ്ലേയുടെ ഭാഗത്തില്ല. വ്യൂയിങ് ആംഗിൾസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നിങ്ങളോട് കാണാം, കണ്ടു തന്നെ മനസ്സിലാക്കാം എങ്ങനെയുണ്ട് ഇതിന്റെ വിഷ്വൽ ക്വാളിറ്റി എന്നുള്ളത്. സോ നല്ലൊരു ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേയുമാണ്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ഉള്ളത് കൊണ്ട് തന്നെ വീഡിയോ ഒക്കെ കാണുമ്പോഴും ആസ്വദിക്കുമ്പോഴും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. സോ ഓവറോൾ ഒരു ഗുഡ് ബിൽഡും ഒരു നല്ല ഡിസ്പ്ലേ ക്വാളിറ്റിയും ഈ ഫോണിനുണ്ട്. ഹാൻഡിൽ ചെയ്യാനും അടിപൊളി. ഇനി ഇതിന്റെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ മീഡിയ ടെക്കിന്റെ ഡയമൻസിറ്റി 920 എന്ന് പറയുന്ന പ്രൊസസ്സറാണ്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ്. യാതൊരു ലാഗും കാര്യങ്ങളും ഇല്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം. LPDDR4X റാമും UFS 2.2 സ്റ്റോറേജും വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 12 വരുന്നത്. റിയൽമി UI 3.0 ആണ്. അതിന്റെ UIയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയ സോഫ്റ്റ്വെയർ സംവിധാനങ്ങളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ്രോയിഡ് 12 തന്നെയാണ്. നല്ല സ്മൂത്തായ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. യാതൊരു ലാഗും കാര്യങ്ങളും ഈ ഒരു ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നില്ല. വളരെ സ്മൂത്താണ്. സോ നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ കിട്ടുമെന്നുള്ളത് ഗ്യാരണ്ടിയാണ്. പെർഫോമൻസ്, ഗെയിമിംഗ് പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ VC കൂളിംഗ് സിസ്റ്റം പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഓവർ ഹീറ്റിംഗ് പോലുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. ഞാൻ ഈവൻ ഉച്ചയ്ക്ക് നല്ല ലേറ്റ് വെയിലൊക്കെ ഉള്ള സമയത്ത് പോലും ഗെയിം കളിച്ച് നോക്കിയതാണ്. ഓവർ ഹീറ്റിംഗ് ഒന്നും വരുന്നില്ല. നന്നായിട്ടുണ്ട്. സോ ഗെയിം കളിക്കാനൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. സ്മൂത്ത് എക്സ്ട്രീം വരെ ഇട്ടുകൊണ്ട് നമുക്ക് BGMI ഒക്കെ കളിക്കാം. ഗൈറോ ഒന്നും ഒരു ഇഷ്യൂ ഇല്ല. നൈസായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ HDR അൾട്രാ വരെ ഫ്രെയിം റേറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഒരു ഡീസൻ്റ് ആയ സെറ്റപ്പിലുള്ള ഒരു പെർഫോമൻസ് ആണ് ഗെയിമിങ്ങിന്റെ മേഖലയിലും ഈ ഒരു ഫോൺ തരുന്നത്. സോ നല്ല രീതിയിലുള്ള ഒരു ഗെയിമിംഗ് പെർഫോമൻസും സിസ്റ്റം പെർഫോമൻസും ഫോൺ തരുന്നുണ്ട്. പ്ലസ് ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ സെറ്റപ്പും. ഒപ്പം തന്നെ ഇതിൽ ഹാർട്ട് റേറ്റ് സെൻസർ എന്ന് പറയുന്ന ഒരു സംവിധാനം കൂടി ഉണ്ട് കേട്ടോ. ഇതിന്റെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറിന്റെ അതേ ഭാഗത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫിംഗർ പ്രിന്റ് സെൻസറിന്റെ പെർഫോമൻസ് ഞാനിവിടെ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയോളൂ. കണ്ട, ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുമ്പോഴേക്കും തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഓപ്പൺ ആവുന്നുണ്ട്. സോ ഫിംഗർ പ്രിന്റ് സെൻസറിന്റെ പെർഫോമൻസിലോ ഫേസ് അൺലോക്കിന്റെ പെർഫോമൻസിലോ യാതൊരു ഇഷ്യൂ ഇല്ല. ഇനി ഇതേ ഫിംഗർ പ്രിന്റ് സെൻസർ തന്നെയാണ് ഹേർട്ട് റേറ്റ് സെൻസർ ആയിട്ടും വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം. കണ്ട, ഞാൻ ജസ്റ്റ് കൈ കൊണ്ട് ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ഹാർട്ട് റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ മെഷർ ചെയ്യുന്നുണ്ട്. കാണാം നിങ്ങൾക്ക് കൃത്യമായിട്ട്.
സോ ഹേർട്ട് റേറ്റ് സെൻസർ അടക്കം നമ്മുടെ ഹൃദയമെടുപ്പ് അടക്കം നമ്മുടെ ഫോണിനെ അറിയും എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. വാച്ചും വേറെ ഒന്നും വേണ്ട കേട്ടോ, ഡയറക്റ്റായിട്ട് ഫോണിലാണ് നമ്മുടെ ഹേർട്ട് റേറ്റും കാര്യങ്ങളൊക്കെ അളക്കാൻ സാധിക്കുക. സോ അതും ഈ ഒരു ഫോണിനെ സംബന്ധിച്ച് നല്ല ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വ്യത്യസ്തമായ ഫീച്ചറായിട്ട് നമുക്ക് പറയാം. ഇതിന്റെ ക്യാമറ, മെയിൻ ക്യാമറ സോണി IMX766 എന്ന് പറയുന്ന ഒരു ക്യാമറ സെൻസറാണ്. നല്ല ക്വാളിറ്റി ക്യാമറ സെൻസറാണ്. റിസൾട്ട് നമുക്ക് കാണാം. എങ്ങനെയുണ്ട് വിഷ്വൽ ക്വാളിറ്റി? കൊള്ളാവും. നല്ല രീതിക്കുള്ള ഇമേജുകളും കാര്യങ്ങളും ഈ ഒരു ഫോൺ നമുക്ക് തരുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്കിത് മതിയോ, താല്പര്യമാവുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് കാണാം. ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും വരുന്നുണ്ട്. വിഷ്വലിനൊന്നും ഒരു പ്രശ്നമില്ല. നല്ല സ്മൂത്തായ വീഡിയോസ് നിങ്ങൾക്ക് ഇതിലെടുക്കാൻ സാധിക്കും. അതിൻ്റെ ഒപ്പം തന്നെ വൈഡ് ആംഗിൾ ക്യാമറയിലും നല്ല ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. സോണി IMX355 എന്ന് പറയുന്ന സെൻസറാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ്. ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ അടക്കം സോണി സെൻസറാണ് വരുന്നത്. സോണി IMX471 ഇമേജ് ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് കാണാം. വീഡിയോ സാമ്പിളും നിങ്ങൾക്ക് ഇവിടെ കാണാം. എങ്ങനെയുണ്ട് വിഷ്വൽ ക്വാളിറ്റി? കൊള്ളാവും. ഓവറോൾ ഇതിന്റെ മെയിൻ ക്യാമറ ആയാലും സെൽഫി ക്യാമറ ആയാലും ഒക്കെ നല്ല ക്വാളിറ്റിയാണ്. ഡുവൽ വീഡിയോ റെക്കോർഡിംഗ് പോലുള്ള കാര്യങ്ങൾ, അതായത് ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഉപയോഗിച്ച് ഒരേ സമയം വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇതിലുണ്ട്. ബോക്കെ, ഫ്ലെയർ, പോർട്രേറ്റ് മോഡ് പോലുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അതേപോലെ AI കളർ പോർട്രേറ്റ് പോലുള്ള സ്പെഷ്യൽ എഫക്റ്റുകളൊക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലും മികച്ച പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു ക്യാമറ തരുന്നത്. നിങ്ങൾക്കിവിടെ കാണാം, കണ്ട് തന്നെ മനസ്സിലാക്കാം. എന്നെ സംബന്ധിച്ച് വളരെ നന്നായിട്ടുണ്ട്. ഓവറോൾ ഇതിൻ്റെ ക്യാമറകൾ ഡേ ലൈറ്റിലാണെങ്കിലും ആർട്ടിഫിഷ്യൽ ലൈറ്റിലാണെങ്കിലും നല്ല രീതിയിലുള്ളൊരു വിഷ്വൽ ക്വാളിറ്റി നമുക്ക് തരുന്നുണ്ട്. സോ ക്യാമറ വൈസ് റിയൽമി ഈ ഒരു ഫോണുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് ആണ്, അല്ലെങ്കിൽ ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ബാറ്ററി 4500 mAh ആണ്. അതിൻ്റെ ഒപ്പം തന്നെ 60 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഉണ്ട്. ഒരു 40-45 മിനിറ്റ് 0 to 100 ആവാൻ. നോർമലി നമ്മൾ 0 ഒന്നും ആക്കില്ല. ഒരു 20 to 80 നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. ആ രീതിയിലൊക്കെ ആണെങ്കിൽ 10-20 മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് ചാർജ് ആക്കി കിട്ടും. സോ ചാർജിങ് ഒരു ഇഷ്യൂ അല്ല. ബാറ്ററി ലൈഫും നല്ലോണം ഉണ്ട്. പ്രൊസസ്സർ 6nm ആണ്. സോ അതിൻ്റെതായ ഒരു ക്വാളിറ്റി നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. നല്ലൊരു ബാറ്ററി ലൈഫ്, ഒരു ദിവസം 1.5 ദിവസം അടിപൊളിയായിട്ട് ബാറ്ററി ലൈഫ് കിട്ടും. പിന്നെ മറ്റു ചില ചെറിയ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കരിയർ അഗ്രിഗേഷൻ പോലുള്ള കാര്യങ്ങളുണ്ട്. ഡോൾബി സൗണ്ട് കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റിവേഴ്സ് ചാർജിങ് പോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ക്യാമറ ടു API ലെവൽ 3 തന്നെ വരുന്നുണ്ട്. വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ ഉണ്ട്. OTG സപ്പോർട്ടും കാര്യങ്ങളുണ്ട്. വൈഫൈ കോളിംഗ് പോലുള്ള സംവിധാനങ്ങളുണ്ട്. സാർ വാല്യൂ 1.188 ആണ് വരുന്നത്. ബോഡി സാർ വാല്യൂ 0.727 ആണ്. സോ ഓവറോൾ എല്ലാ കാര്യങ്ങളും ഒരു ഡീസൻ്റ് ആയ ലെവലിലുണ്ട്. സോ എങ്ങനെയുണ്ട് ഈ ഒരു ഫോൺ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. എന്നെ സംബന്ധിച്ച് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എനിക്ക് ഇപ്പോഴേക്കും അറിയില്ല. പക്ഷേ ഈ ഒരു പ്രൊസസ്സറും ഈ ഒരു ഫീച്ചേഴ്സും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു 20-23 രൂപ റേഞ്ചിനകത്ത് വരാനുള്ള സാധ്യതയുണ്ട്. ആ റേഞ്ചിലാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും വർത്തായ ഒരു നല്ല വാല്യൂ ഫോർ മണി ഫോണെന്ന് നമുക്ക് ഈ Realme 9 Pro Plusനെ പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? പ്രൈസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ലിങ്കും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. ഒന്ന് കണ്ടു നോക്കുക, പ്രൈസ് നോക്കുക. ആ പ്രൈസിന് ഇത് എങ്ങനെയാണെന്ന് കമൻറ്റും ചെയ്യും, മറക്കാതെ. സോ അത്രയുമാണ് ഈ ഒരു ഫോണിൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.